വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും മലയാളം ഒന്നാം ഭാഷയാക്കുന്ന ബില്ലിൽ എതിർപ്പറിയിച്ച് കർണാടക. കാസർഗോഡുള്ള കന്നഡ സംസാരിക്കുന്ന ജനവിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ബില്ല് ഭരണഘടന ഉറപ്പു നൽകുന്ന ഭാഷാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ബില്ല് വിശദമായി പഠിക്കുമെന്ന കർണാടകയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈയൊരു മലയാള ഭാഷാ ബില്ലിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സമീപനമാണ് കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും, അത് സ്വകാര്യ സർക്കാർ സ്കൂളുകളിലെല്ലാം തന്നെ മലയാളം ഒന്നാം ഭാഷയായി പഠിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന ബില്ലിനെതിരെയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇത്തരത്തിലൊരു എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് അതിർത്തി ഗ്രാമങ്ങളിൽ പലയിടത്തും മലയാളത്തിന് പകരം തുളു, കന്നഡ ഭാഷകൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒന്നാം ഭാഷയാക്കുന്നത് സ്കൂളിലെ കുട്ടികളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ് കർണാടക ഈ എതിർപ്പ് അറിയിക്കാനുള്ള കാരണം. മലയാളത്തെ തങ്ങളുടെ അഭിമാനമായ രീതിയിൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിന് അവകാശമുണ്ട്. എന്നാൽ അതേ അവകാശം കന്നഡ എന്ന ഭാഷയെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ കർണാടകയ്ക്കും ഇല്ലേ എന്നാണ് കർണാടക ചോദിക്കുന്നത്. ഇന്നലെ ഈ കർണാടക മുഖ്യമന്ത്രി ആയിട്ടുള്ള സിദ്ധരാമയ്യ ഇതുമായി ബന്ധപ്പെട്ട് 2 പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അതിലാണ് ഇത്തരത്തിൽ ഭാഷാ സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പ് നൽകുന്ന ഭാഷാ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറ്റമാണ് ഇത്തരത്തിൽ ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡ് നിരവധി സ്കൂളുകളിൽ ഭാഷയായി പഠിപ്പിക്കുന്നത് കന്നഡയാണ്. കന്നഡ മീഡിയത്തിൽ അധ്യയനം നടത്തുന്ന നിരവധി സ്കൂളുകളുണ്ട്. മാത്രമല്ല അവിടെ നിരന്തരമായി കന്നഡയിൽ മാത്രം സംസാരിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ മലയാളം ഒന്നാം ഭാഷയാക്കുന്നതും അധ്യയനത്തിനുള്ള മീഡിയം അല്ലെങ്കിൽ അധ്യയനത്തിനുള്ള മാധ്യമം മലയാളമാക്കുന്നതും ആ കുട്ടികളുടെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടി ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. കാരണം അവർ ജനിച്ച് ഇത്രയും ദിവസം ഇത്രയും കാലം സംസാരിച്ച് പഠിച്ചു വന്ന, തലമുറകളായി പഠിച്ചു വന്ന ഭാഷയെ മാറ്റി പകരം മറ്റൊരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആയിരിക്കും. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുക്കും എന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി, അതായത് ഒരു ഭാഷാ ന്യൂനപക്ഷമായി ഇവരെ കണക്കാക്കുകയും അവർക്ക് അവരുടെ ഭാഷ, അവർ സംസാരിക്കുന്ന ഭാഷ അതിൽ തന്നെ പഠിക്കാനുള്ള അവകാശം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്നുള്ള കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതായത് KBADA എന്നറിയപ്പെടുന്ന കർണാടക അതിർത്തി മേഖല വികസന അതോറിറ്റിയുടെ ഒരു സംഘം കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഈ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുന്നതിലൂടെ അത് കേരളത്തിന് മാത്രമല്ല കർണാടകയ്ക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ഇരു സംസ്ഥാനങ്ങളും തങ്ങളുടെ ഭാഷയിൽ വലിയ അഭിമാനം കൊള്ളുന്നവരാണ്. പ്രത്യേകിച്ചും ഹിന്ദി ഒറ്റ ഭാഷയാക്കുന്നത്, അതായത് ഒരു രാജ്യം ഒരു ഭാഷ ബില്ലിനെതിരെ വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള 2 സംസ്ഥാനങ്ങളാണ് കർണാടകയും കേരളവും എല്ലാം. തങ്ങളുടെ മാതൃഭാഷയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്നും മുൻകൈ എടുത്തിട്ടുള്ള 2 സംസ്ഥാനങ്ങളാണ്. ആ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ ഭാഷയുടെ പേരിൽ ഒരു ഭിന്നത വരിക എന്ന് പറയുമ്പോൾ അത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാഷാടിസ്ഥാനത്തിലുള്ളൊരു ഭിന്നത വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ആശങ്ക ഗവർണറുമായി പങ്കുവച്ചിട്ടുണ്ട്. ബില്ല് പഠിച്ച് അതിൽ വിശദമായി പഠിച്ച ശേഷം മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ എന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുമുണ്ട്. അതായത് ഭാഷാ ന്യൂനപക്ഷങ്ങൾ ധാരാളമായിട്ടുള്ള പ്രദേശങ്ങളെ ഈ ബില്ല് പ്രതികൂലമായി ബാധിക്കരുത് എന്നുള്ള നിർബന്ധം കേരളത്തിനും ഉണ്ട്. അതിനാൽ തന്നെ ബില്ല് വിശദമായി പഠിച്ചതിന് ശേഷമേ ബില്ലിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകൂ എന്ന് കേരള ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2017 സമാനമായ ബില്ല് രാഷ്ട്രപതി തള്ളിയിരുന്നു. ആ കാര്യവും കർണാടക എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സമാനമായ സംഭവം കൂടി ഉദാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ ഇവർ സമീപിക്കുന്നത്.
സമീപിച്ചിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ മലയാളം ഒന്നാം ഭാഷയാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഒന്നാം ഭാഷയാക്കാനുള്ള നീക്കം ഒരേ സമയം മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലയാളത്തിന് അതിനാവശ്യമായ ഒരു ഊർജം പകരുന്നതുമാണ് എങ്കിൽ പോലും ഭാഷാ ന്യൂനപക്ഷങ്ങളെ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഐക്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈവിധ്യം എന്ന് പറയുന്നത് അത് എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിനാലാണ്. അതിനാൽ തന്നെ ഓരോരുത്തർക്കും അവരുടെ മാതൃഭാഷയിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ നിലവിൽ കന്നഡ മീഡിയത്തിൽ പോകുന്ന സ്കൂളുകളിൽ പോലും മലയാളം ഒന്നാം ഭാഷയാക്കുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തെ കൂടി ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു കടന്നുകയറ്റമാണ്. മാതൃഭാഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിർവചിക്കാനാകുന്നതല്ല, മറിച്ച് ആളുകൾ അവർ ജനിച്ചു വീഴുന്ന ഭാഷയായി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് ജനിച്ചു വീഴുന്ന കാലഘട്ടം മുതൽ ഏത് ഭാഷയിലാണോ അവർ പഠിക്കുന്നത്, അവരുടെ അച്ഛനമ്മമാർ മുത്തശ്ശന്മാരായി തലമുറകളായി അവർ പറഞ്ഞ് പഴകി വരുന്ന ഭാഷ ഏതാണോ അതാണ് മാതൃഭാഷ. അതല്ലാതെ ഒരു ഭൂമിശാസ്ത്രപരമായുള്ള അതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാഷയെ നിർവചിക്കാനാവില്ല എന്നാണ് കർണാടക സർക്കാരിൻ്റെ നിലപാട്. എന്തായാലും മലയാള ഭാഷാ ബില്ല് നിർബന്ധമായി ഇത്തരത്തിൽ ഭാഷ അടിച്ചേൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്നുകൂടി അതൊരു വിരുദ്ധ വികാരത്തിന്, ഒരു എതിർപ്പിന് ഇടയാക്കും എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ശരി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും മലയാളം ഒന്നാം ഭാഷയാക്കുന്ന ബില്ലിൽ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ് കർണാടക. കാസർഗോഡുള്ള കന്നഡ സംസാരിക്കുന്ന ജനവിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ബില്ല് ഭരണഘടന ഉറപ്പു നൽകുന്ന ഭാഷാ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ബില്ല് വിശദമായി പഠിക്കുമെന്ന് കർണാടകയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഉറപ്പു നൽകി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കണിയാമ്പലയിൽ ബൈക്ക് അപകടത്തിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവിലക്കാട് സ്വദേശികളായ പ്രണവ്, ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെ ബൈക്ക് കണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക്